അങ്കമാലിയിൽ വാഹനാപകടത്തിൽ മരിച്ച ബിൽജിത്ത് 7 പേർക്ക് പൊതുജീവൻ നൽകും. ബിൽജിത്തിന്റെ ഹൃദയമടക്കം 7 അവയവങ്ങൾ ദാനം ചെയ്യും. ഹൃദയം കൊല്ലത്തെ 13-കാരിക്ക് മാറ്റിവെക്കും. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിൽ അങ്കമാലിയിൽ ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ്. അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ. അർജുൻ, ശസ്ത്രക്രിയ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? റോഷ്നി, ഇപ്പോൾ ബിൽജിത്തിന്റെ ശസ്ത്രക്രിയ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയമടക്കം 7 അവയവങ്ങൾ ദാനം ചെയ്യാൻ കഴിയും എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതിന് സമ്മതപത്രം കുടുംബം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മസ്തിഷ്ക മരണം സംഭവിച്ച 18 വയസ്സ് മാത്രം പ്രായമുള്ള നെടുമ്പാശ്ശേരി സ്വദേശിയായ ബിൽജിത്തിന്റെ ഹൃദയമടക്കം 7 അവയവങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അല്പസമയം മുമ്പാണ് ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘമാണ് ഇപ്പോൾ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രാഥമികമായി ഇത് ഈ കൊല്ലം സ്വദേശിയായ 13 വയസ്സുകാരിക്ക് ചേരുമോ എന്നത് പരിശോധിക്കും. അതിനുശേഷം പ്രാഥമികമായി യാത്രത്തിൽ ചേരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനുശേഷം ഒരു വിദഗ്ധമായ പരിശോധന കൂടി നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഹൃദയം പുറത്തേക്ക് എടുക്കുക. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ആംബുലൻസ് അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു. എറണാകുളം ലിസി ആശുപത്രിയിലാണ് ഇപ്പോൾ വന്ദേഭാരത് എക്സ്പ്രസിലെത്തിച്ച 13 വയസ്സുകാരിയുള്ളത്. അവിടേക്കാണ് അല്പസമയത്തിനകം തന്നെ ഈ ഹൃദയം കൊണ്ടുപോവുക. ഹൃദയത്തിനൊപ്പം തന്നെ 2 കണ്ണുകൾ, 2 കിഡ്നികൾ, അതോടൊപ്പം തന്നെ കരൾ, ചെറുകുടൽ എന്നിവയും ഇത്തരത്തിൽ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്കായി നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എവിടേക്കൊക്കെയാണ് ഈ അവയവങ്ങൾ കൊണ്ടുപോവുക എന്നതും അല്പസമയത്തിനകം തന്നെ വ്യക്തമാകും. എന്തായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഒരു കൊല്ലം സ്വദേശിയായ ഒരു യുവാവിൻ്റെ ഹൃദയം മറ്റൊരാൾക്ക് ദാനം ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു ശസ്ത്രക്രിയ കൂടി കൊച്ചിയിൽ നടക്കുന്നത്. എന്തായാലും ആംബുലൻസും അതോടൊപ്പം തന്നെ മറ്റ് പോലീസിൻ്റെ സജ്ജീകരണങ്ങളും ഒക്കെ തന്നെ ഒരുക്കിക്കഴിഞ്ഞു. അവിടെ ലിസി ആശുപത്രിയിലും എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിക്കഴിഞ്ഞു. ജോസ് ചാക്കോ പെരിയപുരം ഇവിടെയുള്ള ശസ്ത്രക്രിയ പൂർത്തിയാക്കി അതിനുശേഷം ലിസി ആശുപത്രിയിലേക്ക് പുറപ്പെടും. അവിടെ ഇന്ന് രാത്രി തന്നെ ശസ്ത്രക്രിയ നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏതാണ്ട് 4 മണിക്കൂറോളമെങ്കിലും വേണ്ടിവരും ലിസി ആശുപത്രിയിൽ നടക്കുന്ന ശസ്ത്രക്രിയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നാളെ പുലർച്ചെയായിരിക്കും ശസ്ത്രക്രിയ പൂർത്തിയാവുക. എന്തായാലും 18 വയസ്സുള്ള ബിൽജിത്ത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 2-ാം തീയതിയാണ് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായത്. ഇത്തരത്തിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ ഇന്ന് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. അതിനുശേഷമാണ് കുടുംബം അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സമ്മതം അറിയിക്കുകയും ചെയ്തത്. ശരി, ഹൃദയം കൊല്ലത്തെ 13-കാരിക്കായിരിക്കും മാറ്റിവെക്കുക. അത് പുലർച്ചെയോടെ ആ ശസ്ത്രക്രിയ നടക്കുമെന്നാണ് കരുതുന്നത്.